ഞങ്ങളങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ഞങ്ങളെല്ലാവരും റെഡിയായി, കാറിലുണ്ട്. ആദ്യം റൊട്ടറുവയ്ക്ക് പോകാനാണ് പ്ലാന്, പിന്നെ 2 ഡേ ട്രിപ്പാണ്. എല്ലാവരും ഇതേ പുറകിലുണ്ട്. ജോഷ ഉറക്കമാണ്. നമ്മളിന്ന് എവിടെ പോകുന്നേ? അതെ അല്ലേ, 2 ഡേ ട്രിപ്പാ. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ട്രിപ്പ് 1 ഡേ ട്രിപ്പ് അവരുടെ കൂടി ഉണ്ടായിരുന്നു. അവരുടെ പേര് ഹാനയും സേറയെന്നാണ്. അവർ ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. അപ്പം അവരുടെ കൂടെയാണ് ഇന്ന് 2 ഡേ ട്രിപ്പ് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് അവരുടെ കൂടെ 2 ഡേ ട്രിപ്പ് പോകുന്നത്. ഏകദേശം 226 കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന് റൊട്ടറുവയ്ക്ക്. അപ്പോൾ നമ്മൾ ഒരു 2.5 മണിക്കൂർ കൊണ്ട് എത്തുമെന്നാണ് പറയുന്നത്. ന്യൂസിലാൻഡിലാണ് ലോകത്തിലെ ആദ്യം ന്യൂ ഇയർ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഫയർ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ കാണുന്ന സ്കൈ ടവറിലാണ്. നമ്മൾ ആദ്യത്തെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരെല്ലാവരും എഴുന്നേറ്റു. ഞങ്ങൾ ബ്ലൂ സ്പ്രിങ്സിലെത്തിയിരിക്കുകയാണ്. അവരും ഞങ്ങളവിടെ പാർക്ക് ചെയ്തു. കുറച്ച് നീണ്ട ഡ്രൈവ് ആയിരുന്നു. നല്ല ചൂടും വെയിലും ഉണ്ടായിരുന്നു. വണ്ടി നിറയെ സാധനങ്ങളാണ്. വായോ, അവന്റെ കൈ പിടിച്ചാൽ പോയി, നമ്മുടെ കൈയോടെ കരി കിട്ടും. നല്ല വെള്ളം അല്ലേ, കണ്ണീര് പോലത്തെ വെള്ളം അല്ലേ. ഇവിടെ കുളിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. ഒഴുക്കുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് പേടിക്കില്ല. നാലുണ്ട്. അതെ, നമുക്ക് അവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ പേടിയാണ്. എങ്ങനെയുണ്ട് തണുപ്പ്? എങ്ങനെയുണ്ട്? നമ്മള് വരുന്ന വഴിക്ക് ചോദിച്ചായിരുന്നു വെള്ളം കണ്ടാൽ ഇറങ്ങാൻ പറ്റുമോ. ഇത് കുറച്ചുകൂടെ വെയിലായി കഴിഞ്ഞാൽ നീല കളറാവും തോന്നുന്നല്ലേ. അതെ, അവിടെ നോക്കുമ്പോൾ ബ്ലൂ സ്പ്രിംഗ് എന്തായാലും പറയുന്നത്. And also only hot. Do you feel Not hot? cold, it's really hot. Yeah? Not cold, really hotty. Okay. And there's no ouching and all the hot. എന്ത് ഭംഗിയാക്കി മേഘങ്ങളാണ്. ഗ്ലെയർ ഉണ്ടോ? ഗ്ലെയർ ഉണ്ട്. ഹലോ ഹലോ
അറിയില്ല കണ്ടോ നിങ്ങള് ബാത്റൂമിൽ എന്തെങ്കിലും പോകണ്ടെങ്കിൽ പോയിക്കോ രണ്ടു പ്രാവശ്യം ഇട്ടത് അപ്പൊ ശരിയായില്ല. എല്ലാരും കൂടി കഴിക്കുമ്പോ അത് കഴിക്കും. അത് വെള്ളമല്ല നമ്മുടെ അവിടെ വരണേ. ഇത് മറ്റേത് കേട്ടാ ഈ ബോറിൽ തിളച്ച വെള്ളം വരും. എന്നിട്ട് അത് ഇങ്ങനെ കയറി വന്നിട്ട് ഒരു മിക്സ് ചെയ്ത് മറ്റേ ഇപ്പൊ ഒരു പൈപ്പ് അങ്ങോട്ട് പോകും. അങ്ങനെ 21 ബിൽഡിംഗ് കൊണ്ടുവിടെ. ഇതിന്റെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള വീടുകൾ അതാണ് ആ പൈപ്പ് അങ്ങോട്ട് പോയാലുണ്ടാ എല്ലാം ഇവിടുന്ന് തന്നെ പോണേ. മീറ്റർ റീഡിംഗ് ഒക്കെ ഉണ്ടോ? ഇതിന് മീറ്റർ റീഡിംഗ് ഇല്ല, കറണ്ട് വേണം. അപ്പൊ അതിനുള്ള ഒരു ചാർജ് ഒരു 400 രൂപ ഒരു വർഷം മേടിക്കും. നമ്മൾക്കില്ല, നമ്മുടെ സ്ഥലം അത്. ഇത് നമ്മുടെ ഈ ഏരിയ ഒക്കെ നമ്മുടെ വീട് അറ്റം വരെ ഉണ്ട്. അപ്പൊ നമ്മളിത് ചെയ്തിട്ട് ഇവിടെ നിന്ന് തിളച്ചവെള്ളം അങ്ങോട്ട് പോകും. പിന്നെ എന്താ പറയാ അവിടെ എല്ലാ വീടുകളിലേക്കും ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. 200 ഡിഗ്രിയാ ഇവിടെ ഇത് നിങ്ങൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അറിയാതെ തൊട്ടേക്ക് ചൂടുണ്ട്. അത്ര തിളച്ച സാധനം വരണേ. ഇവിടെ ഇതിന് ചൂട് കാണിക്കണ്ട. ഇത് ചൂടല്ല, ഇതിന്റെ എന്തോരം അതിന് പ്രഷറാ കാണിക്കണേ. 200 ഡിഗ്രി വരാം. അതായത് ഇത് 100 ഇത് ഒരു പ്ലസ് ഒരു 180 ഡിഗ്രിയുടെ അടുത്തുണ്ടായില്ല. അതിങ്ങനെ തിളച്ച് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഭാഗങ്ങളിലുള്ള വീട്ടിലൊന്നും ഹീറ്ററിന്റെ ആവശ്യമില്ല അല്ലേ? ഹീറ്ററിന് മാറിയിട്ടാണ് ഉപയോഗിക്കുന്നത്. തിളച്ച വെള്ളം ഈ വെള്ളം വന്ന് മറ്റേ വാട്ടർ തിളക്കുന്നതിന് ഈ വെള്ളം വരും. പക്ഷെ നമ്മൾ ഈ കുടിക്കുന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ, എന്താ പറയാ മറ്റേ വെള്ളമൊക്കെ വരുന്നത് വലിയ ടാങ്ക് തന്നെ. പക്ഷെ അതിന്റെ അപ്പുറത്തോ പുറത്തുകൂടെ ഇത് ഈ തിളച്ച വെള്ളം പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ആ തണുത്ത വെള്ളം ചൂടാവും അല്ലേ? അല്ലാണ്ട് മറ്റേതാണ് നമ്മൾ ഹീറ്റർ അല്ലേ, കറണ്ട് അല്ലേ ഉപയോഗിക്കണേ. ഒരു 300-400 രൂപ വരും. ഇതിപ്പോ നമുക്ക് 80 രൂപ 60 രൂപയ്ക്ക് ഒരു മാസം വരുള്ളൂ വിന്ററില്. ഇതാണ് നമ്മുടെ സ്റ്റേ റൊട്രുവ ടെർമിനൽ ഹോളിഡേ പാർക്ക്. നോക്കാം റൂം എവിടെയാന്ന് നോക്കാം. ഈ ലൈനിലാണ്. ഇതാണ് നമ്മുടെ വീട്. നമ്മുടെ വീട് കണ്ടോ? അവരുടെ വീട്. ഇവിടെ അവരുടെ വീട്. ആ ഇത്ര അടുത്തടുത്താണോ നമ്മുടെ വീട്? തെർമൽ പൂളാണ് ഇതിന്റെ കോർണറില്. പിന്നെ അവിടെ തെർമലിന്റെ ഇതില് വെള്ളം ചൂടാവണതൊക്കെ നമ്മുടെ വീട്ടിൽ കണ്ടില്ലേ, ആ സെയിം ഇതിൽ തന്നെയാ. ഇവിടെ മുഴുവൻ പുകകളാണ് രാത്രി. ഇവിടെ ഇതിങ്ങനെ മെയിൻ ആയിട്ട് പുകയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോർവെൽ പോലത്തെ സംഭവം നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന പോലത്തെ. അതിന്റെ തന്നെ വലിയ ഇതിലാണ് ഇവര് വെള്ളം ഇട്ടിരിക്കുന്നത്. അത് തന്നെ സെയിം തന്നെ 3-4 ടൈപ്പ്. അതെ. പറയൂ, എന്താണ് ഉറങ്ങാൻ പോണ ഇപ്പഴേ? ബെഡ് കിട്ടിയോ? എവിടെയത്? ടോപ്പിലാ? ആണോ? ഓ ആദ്യം സ്കൈ ലൈനിൽ പോകാനുള്ള പരിപാടിയാണ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ദൂരെ നമുക്ക് സ്കൈ ലൈൻ കാണാം. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെയോ? ഓ എനിക്ക് വയ്യ.